ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇവിടെ ഞാൻ തൈര് മുളക് സമ്മന്തി ഉണ്ടാക്കുവാണ്. അതിനു വേണ്ടി ഞാൻ 10 തൈര് മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചീനച്ചട്ടിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ തൈര് മുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമുക്ക് ഈ മോരുമുളക് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്തെടുക്കാമേ. ഞാൻ എണ്ണയ്ക്കകത്തിട്ട് മുളകൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ 10 മോരുമുളക് എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങയ്ക്ക്. ഇവിടെ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാനൊന്ന് ഗ്യാസേ വെച്ചൊന്ന് ചുട്ടെടുക്കുവാണ്. ചെറിയ ഫ്ലെയിമിലേ വെക്കാവൂ, ലോ ഫ്ലെയിമിൽ. ഇവിടെ ഞാനൊരു കൊച്ചു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വന്ന് നോക്കിയേ നമ്മൾ ആഡ് ചെയ്യാവൂ. ഓൾറെഡി തൈര് മുളകിനകത്ത് നല്ലപോലെ ഉപ്പുണ്ട്, അത് നോക്കിയേ നമ്മൾ ആഡ് ചെയ്യാവൂ. ഞാൻ തൈര് മുളക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയ്ക്കകത്ത് തന്നെ ഉള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. അതിനകത്ത് തന്നെ ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതും ഞാൻ ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് ചൂടാക്കി എടുക്കുവാണ്. ഇതിനകത്ത് ഞാൻ ഇച്ചിരിയും ടേസ്റ്റിയുടെ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമ്മന്തി എൻ്റെ മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാം ഞാൻ വറുത്ത് വെച്ചേ. തേങ്ങ ഞാൻ ഇങ്ങനെ എടുത്ത് ഇനി ഇത് നമുക്ക് കൊച്ചു പീസായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. ഇവിടെ ഞാൻ തേങ്ങ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് മിക്സി ജാറിനകത്ത് ഇട്ട് ഇനി ഞാൻ ഇതിനകത്ത് മോരുമുളക് ആഡ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, കരിയാപ്പില അത് ആഡ് ചെയ്യുവാണേ. ഞാനെല്ലാം കൂടി മിക്സി ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു അര സ്പൂണ് ഉപ്പൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കായപ്പൊടി ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കല്ല, ഇച്ചിരേ ചേർക്കാവൂ, അല്ലെ കഴിക്കും. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഇതൊന്ന് അരിച്ചിട്ട് വരാമേ. അങ്ങനെ നമ്മുടെ തൈര് മുളക് സമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാമേ. അങ്ങനെ നമ്മുടെ തൈര് മുളക് സമ്മന്തി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ, അടിപൊളിയാണ്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി. അതിനകത്ത് ഞാൻ ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്യാതാണ് അരച്ചത്. സൂപ്പർ ടേസ്റ്റ്. Thanks for watching my video. Please like, share and subscribe my channel. Thank you.